2024 വർഷത്തിൽ ലോകത്തെ തന്നെ അസൂയപ്പെടുത്തുന്ന മോദി ഭരണകാലത്തെ ഇന്ത്യയിലെ 10 ഗംഭീര പ്രൊജക്റ്റുകളെക്കുറിച്ചാണ്. ഒന്നാമത്തേത് 2024 ജനുവരിയിൽ കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചെനാബ് റെയിൽവേ പാലം. ലോകത്തിനു മുമ്പിൽ ഭാരതം വയ്ക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണിത്. അതീവ ശൈത്യകാലത്ത് റോഡ് മാർഗമുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നത് പ്രദേശവാസികൾക്ക് ചരക്കെത്തിക്കാനും ഒപ്പം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു ഒഴിവാക്കാൻ ജമ്മുവിലെ ഉധംപൂരിൽ നിന്നും കാശ്മീർ താഴ്വരയിലെ ബാരാമുള്ള വരെ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടത് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന 2002 ഹിമാലയൻ മലനിരകളിലെ കാഠിന്യമേറിയ നിർമ്മാണത്തിൽ ദൈർഘ്യമേറിയ തുരങ്ക നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക പ്രയാസമായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും പ്രയാസം 2 പർവ്വതങ്ങൾക്കിടയിലെ അഗാധ ഗർത്തമുള്ള മേഖലയിലെ ചെനാബ് എന്ന നദി ക്രോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. 2010 കാലത്ത് നിലച്ചുപോയി പദ്ധതി ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് 2017 പുനർനിർമ്മാണം തുടങ്ങി 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗതാഗതം ആരംഭിക്കാൻ പോവുകയാണ്. ഉയരത്തിൽ ലോകത്ത് 15ാം സ്ഥാനത്തുള്ള ചെനാബ് പാലം നീളത്തിൽ ലോകത്ത് 10ാം സ്ഥാനത്താണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരവും നീളവും കൂടിയ റെയിൽവേ പാലം എന്ന ഗണത്തിൽ ഒന്നാമതാണ് ഭാരതത്തിൻ്റെ ഈ ചെനാബ് റെയിൽ ബ്രിഡ്ജ്. സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ഈ പാലം പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലാണ് തറനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത്. 1.5 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽ ബ്രിഡ്ജിൻ്റെ ഉയരം തറനിരപ്പിൽ നിന്ന് 359 മീറ്ററാണ്. ഏതാണ്ട് 1600 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. രണ്ടാമത്തെ അത്ഭുത പദ്ധതി ഇതേ കാശ്മീരിലെ തന്നെ സോജില സീമോർ ടണൽ പ്രൊജക്റ്റാണ്. കാശ്മീരിലെ ദ്രാസിൽ നിന്നും ലഡാക്കിലെ കാർഗിൽ വരെ 15 കിലോമീറ്റർ ഹിമാലയൻ മലനിരകൾ തുരന്ന് 10 മീറ്റർ വീതിയും 8 മീറ്റർ ഉയരവുമുള്ള ടണൽ നിർമ്മിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണമാണ് സോജിലയെങ്കിൽ ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിൽ ഇതേ ഹിമാലയൻ മലനിരകൾ തുരന്നുള്ള ടണൽ നിർമ്മാണമാണ് സീമോർഹ് എന്നറിയപ്പെടുന്നത്. മുൻ പ്രധാനമന്ത്രിമാരുടെ കാലങ്ങളിൽ ചൈന പോലെയുള്ള അയൽ രാജ്യങ്ങളെ പിണക്കാതിരിക്കാൻ അതിർത്തിയിലെ നിർമ്മാണങ്ങൾ മനഃപൂർവ്വം രാജ്യം നിർത്തിവച്ചിരുന്നു. ഇന്ന് മോദി കാലത്ത് അവ ദ്രുതഗതിയിൽ പണം മുടക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിൽ മാത്രം റോഡ് ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും സൈനികർക്ക് വേണ്ടിയും ഇത്തരം 31 ടണലുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യവും ചെലവേറിയതുമായ 2 പദ്ധതികളാണ് സോജില ആൻഡ് സീമോർ ടണൽ പ്രൊജക്റ്റുകൾ. ഏതാണ്ട് 1500 കോടി രൂപ ഈ 2 പദ്ധതികൾക്ക് മാത്രമായി രാജ്യം ചെലവഴിച്ചു. 2018 തുടങ്ങിയ ഈ പദ്ധതി 2025-26 കാലത്താവും പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. നിർമ്മാണത്തിലിരിക്കുന്ന ഈ 31 ടണലുകളും പൂർത്തിയായി കഴിഞ്ഞാൽ കാശ്മീർ എന്ന ഭൂമിയിലെ സ്വർഗം ലോകത്തിൻ്റെ ടൂറിസം കേന്ദ്രമായി മാറും. ഒപ്പം സൈനിക മേഖലയിൽ ഭാരതം അയൽ രാജ്യങ്ങൾക്ക് മേൽ പൂർണ്ണമായ അതിശത്വവും നേടും. മൂന്നാമത്തെ പ്രധാന പ്രൊജക്റ്റ് രാജ്യത്ത് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളൊന്നായ മുംബൈയിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ എയർപോർട്ടായ നവി മുംബൈ എന്ന DB പാട്ടിൽ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 3 ഭാഗങ്ങളായി നിർമ്മാണം പുരോഗമിക്കുന്ന നവി മുംബൈ എയർപോർട്ട് തുടങ്ങിയത് 2018 ആദ്യഘട്ടം 2024 ഡിസംബറിൽ പൂർത്തിയാകുമ്പോൾ 2.5 കോടി യാത്രക്കാരെ ഒരു വർഷം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയുന്നു. 20,000 കോടി മുടക്കി PPP മോഡലിൽ നിർമ്മിക്കുന്ന നവി മുംബൈ എയർപോർട്ട് 3ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വർഷം 9 കോടി യാത്രക്കാരെയും ഒപ്പം 2.5 കോടി ടൺ ചരക്ക് നീക്കവും സാധ്യമാകും. ഇന്നേ തിരക്കേറിയ മുംബൈയുടെ നാളെയെ ലക്ഷ്യം വെച്ചുള്ള ഈ പദ്ധതി മോദിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഉദാഹരണമാണ്. രാജ്യത്താകെ 100ഓളം എയർപോർട്ടുകളാണ് ഇന്ന് നിർമ്മാണത്തിലിരിക്കുന്നത്. അതിൽ നവി മുംബൈ പോലെ അതീവ പ്രാധാന്യമേറിയ 21 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. മോദി ഭാരതത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് ടെക് സിറ്റി എന്നറിയപ്പെടുന്ന ഗിഫ്റ്റ് സിറ്റി പ്രൊജക്റ്റ്. 24,000 കോടി രൂപ ചെലവിട്ട് ഗുജറാത്തിലെ സബർമതി തീരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫിനാൻസ് സിറ്റി 2024 മാർച്ച് മാസം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും. 886 ഏക്കർ വരുന്ന ഈ അത്യാധുനിക സിറ്റിയിൽ 261 ഏക്കർ പ്രത്യേക സാമ്പത്തിക മേഖലയാണ്. ആധുനിക ഇന്ത്യയിൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമാകാൻ പോവുകയാണ് ഗിഫ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഗുജറാത്തിലെ പദ്ധതി. വിവിധ കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ, വിദ്യാഭ്യാസ, ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഈ സിറ്റിയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 23 ബാങ്കുകളും സാമ്പത്തിക സർവകലാശാലകളും പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നു. 5ാമത്തെ അത്ഭുതവും ഗുജറാത്തിൽ തന്നെയുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഡൊളേറ സ്മാർട്ട് സിറ്റി. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു നഗരം തന്നെ ഉണ്ടാക്കുകയാണ് ഗുജറാത്തിൽ. ഡൽഹി എന്ന സംസ്ഥാനത്തിൻ്റെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള ഈ പ്രദേശം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിൻ്റെ 6 ഇരട്ടി വലിപ്പമുണ്ട്. അതായത് സിംഗപ്പൂരിൻ്റെ 12 മടങ്ങ് വലിപ്പമുള്ള ഒരു അത്യാധുനിക നഗരമാണ് ഇന്ത്യയിൽ ഗുജറാത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യാവസായിക ഇടനാഴികളും റെസിഡൻഷ്യൽ സിറ്റികളും സ്കൂളുകളും സർവകലാശാലകളും കൾച്ചറൽ സെൻ്ററുകളും വിനോദോപാധി കേന്ദ്രങ്ങളും ഒക്കെ അടങ്ങിയ ഈ സിറ്റി ഗുജറാത്ത് കടൽ തീരത്താണ് ഒരുക്കുന്നത്. ഏതാണ്ട് 920 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സിറ്റിയിൽ 10% തുക സ്വീകരിച്ച് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. രാജ്യാന്തര നിലവാരത്തിലുള്ള ഈ സിറ്റി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളുടെ ലിസ്റ്റിൽ 12ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷാൽ ഫോബ്സ് മാഗസിൻ തന്നെയാണ്. ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ നിലവാരത്തിലുള്ള റോഡുകൾ, ചിക്കാഗോയ്ക്ക് തുല്യമായ നഗരാസൂത്രണം, കാനഡയ്ക്ക് സമാനമായ ഇലക്ട്രിസിറ്റിയും വാട്ടർ സൗകര്യങ്ങളും, സിംഗപ്പൂരിന് തുല്യമായ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഒക്കെയാണ് ഗിഫ്റ്റ് സിറ്റി മുന്നോട്ട് വെക്കുന്നത്.
ഏതാണ്ട് 1,00,000 കോടി രൂപ ചെലവുള്ള ഈ പ്രൊജക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറാമത് ഡൊളോറയിലെ തന്നെ സോളാർ പാർക്ക്. ഭാരതം 2022 20 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ നാഷണൽ സോളാർ മിഷൻ്റെ ഭാഗമായി നരേന്ദ്രമോദി ഗുജറാത്തിൽ തുടങ്ങിയ പദ്ധതിയാണ് ഡൊളേറ സോളാർ പാർക്ക്. 20 ജിഗാവാട്ട് എന്ന ലക്ഷ്യം 2018 തന്നെ നരേന്ദ്രമോദി കൈവരിക്കുകയും ലക്ഷ്യം 100 ജിഗാവാട്ടായി പുനർനിർണ്ണയിക്കുകയും ചെയ്തു. അതിൽ 5 ജിഗാവാട്ട് സോളാർ എനർജിയും രാജ്യത്തിന് സംഭാവന നൽകുന്നത് ഡൊളേറ സോളാർ പാർക്കാണ്. ഡൊളേറ സോളാർ പാർക്കിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. 450 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 7ാമത്തെ മോദിയുടെ അത്ഭുതമാണ് സർദാർ സരോവർ ഡാം. ഇതൊരു അത്ഭുതമാകാനുള്ള പ്രധാന കാരണം ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കാനുണ്ടായ കാലതാമസമാണ്. 1947 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ജവഹർലാൽ നെഹ്റു 1961 തറക്കല്ലിട്ട് തുടങ്ങിയ ഈ ഡാം നർമ്മദാ നദിയിൽ പ്ലാൻ ചെയ്ത 25 ഡാമുകളിൽ ഏറ്റവും വലുതായിരുന്നു. 1979 1987 കാലത്തൊക്കെ നിർമ്മാണത്തിന് രാജ്യം ശ്രമിച്ചുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒപ്പം നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സമരവും നിയമ പോരാട്ടങ്ങളും സുപ്രീം കോടതി ഇടപെടലും ഒക്കെയായി പൂർത്തിയാക്കാനായില്ല. എന്നാൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങി 1.5 കിലോമീറ്ററോളം നീളമുള്ള ഈ ഡാം നിർമ്മാണം 2017 തന്നെ പൂർത്തിയാക്കി. 2018 കമ്മീഷൻ ചെയ്തു. 88,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള ഈ ഡാമിൻ്റെ ജലസംഭരണിക്ക് 214 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ അടുത്ത് വീതിയുമുണ്ട്. സ്പിൽവേയിലൂടെ 1 സെക്കൻഡിൽ പുറത്തു വരുന്ന ജലം 87,000 ക്യൂബിക് മീറ്ററാണ്. ഗുജറാത്തിൻ്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന ഈ ഡാം നർമ്മദാ കനാലുമായി ബന്ധപ്പെടുത്തി കച്ച് സൗരാഷ്ട്ര മേഖലയിൽ മാത്രമല്ല രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ വിവിധ ഗ്രാമങ്ങളുടെ പ്രധാന ജലസ്രോതസ്സാണ്. 1450 മെഗാവാട്ട് വൈദ്യുതി വർഷം തോറും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഡാമിൻ്റെ മുന്നിലാണ് സർദാർ പട്ടേലിന് ആദരസൂചകമായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമ ഉണ്ടാക്കി നിലനിർത്തിയിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലും ഈ പദ്ധതി രാജ്യത്തിന് വരുമാനം നൽകുന്നു. നെഹ്റു സ്വപ്നം കണ്ട സമയത്ത് തുടങ്ങി 1990 ഇത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ പോലും 10,000 കോടിയിൽ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്ന ഈ പദ്ധതി മോദി കാലത്ത് പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് 40,000 കോടി രൂപയാണ്. ലോകം തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കാൻ പോകുന്ന 8ാമത്തെ പ്രൊജക്റ്റാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ. ലോകത്ത് പല രാജ്യങ്ങളിലും ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെങ്കിലും ചെലവ് കൊണ്ടും സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ടും ഇന്ത്യയിൽ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ലോകം വിലയിരുത്തിയിരുന്ന പദ്ധതിയാണ് മോദിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത്. അതിലാണ് ആ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെയുള്ള ഹൈസ്പീഡ് റെയിലാണ് ഈ പദ്ധതി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 ശേഷം മാത്രം ചിന്തിച്ചു തുടങ്ങിയ ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല എതിർപ്പുകൾ ധാരാളമായിരുന്നു. ജപ്പാൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 1,00,000 കോടി രൂപ ചെലവിലാണ് പദ്ധതി മോദി ആരംഭിച്ചത്. എന്നാൽ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് സർക്കാരിനെ താഴെയിറക്കാൻ ശിവസേന നടത്തിയ ചീഞ്ഞ രാഷ്ട്രീയ കളികൾ പദ്ധതിക്ക് വീണ്ടും തടസ്സമുണ്ടാക്കി. വീണ്ടും ഫട്നാവിസ് അധികാരമേറ്റതിന് ശേഷം 2021 മുതൽ അതിവേഗം മുന്നോട്ടു പോകുന്ന പദ്ധതിയുടെ ചെലവ് ഇന്ന് 1,50,000 കോടി രൂപയാണ്. 10% സംസ്ഥാനവും 10% കേന്ദ്രവും 80% ജപ്പാനിൽ നിന്ന് ലോൺ വാങ്ങിയും യാഥാർത്ഥ്യമാക്കുന്ന ഈ പദ്ധതി 2027 പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കാൻ തുടങ്ങുക. ഗുജറാത്തിൽ കൂടി കടന്നുപോകുന്ന 352 കിലോമീറ്റർ 2026 നിർമ്മാണം പൂർത്തിയാക്കും. മുംബൈ മുതൽ ഗുജറാത്തിലെ സബർമതി വരെയുള്ള 510 കിലോമീറ്റർ 350 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിൽ 12 സ്റ്റേഷനുകളാവും ഉണ്ടാവുക. 2027 ശേഷം ഭാരതത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൻ്റെ പ്രധാന കാരണമാകും ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റ്. 9ാമത്തെ പ്രൊജക്റ്റാണ് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാല പദ്ധതി. 22 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മുംബൈയെയും നവി മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന 6 വരിയുള്ള കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി. ഈ പാലത്തിൻ്റെ കിഴക്കേയറ്റം മുംബൈ പൂന എക്സ്പ്രസ് ഹൈവേയിലും പടിഞ്ഞാറേറ്റം മുംബൈ തീരദേശ ഹൈവേയിലും കണക്ട് ചെയ്യുന്നു. തിരക്കേറിയ മുംബൈ നഗരത്തിൽ ഈ പാലം വഴി 70,000 വാഹനങ്ങൾ ദിവസവും കടന്നുപോകുമെന്ന് മുംബൈ കോർപ്പറേഷൻ കണക്കുകൂട്ടുന്നു. 2017 അവാർഡായി 2018 നിർമ്മാണം തുടങ്ങിയ പദ്ധതി 2024 ജനുവരിയിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ പോവുകയാണ്. 18,000 കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ചത്. 2004 മുതൽ 2012 വരെ 4 തവണ നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പദ്ധതിയാണ് നരേന്ദ്രമോദി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ നമ്മൾ കൈയടിച്ചു പോകുന്നത്. നരേന്ദ്രമോദി ഈ ലോകത്തിനു മുമ്പിൽ 2024 സമർപ്പിക്കാൻ പോകുന്ന 10ാമത്തെ പ്രൊജക്റ്റ് മറ്റൊന്നുമല്ല, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും അതിനോടനുബന്ധിച്ച് യോഗി ആദിത്യനാഥ് നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. കോടിക്കണക്കിന് ഭക്തരുടെ കാലങ്ങളായുള്ള ആഗ്രഹം സാധ്യമാക്കി കൊടുക്കുക മാത്രമല്ല, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ നാന്ദി കൂടിയാണ് ഈ രാമക്ഷേത്രം. ശ്രീ യോഗി ആദിത്യനാഥ് അധികാരമേൽക്കുമ്പോൾ 2017 രാജ്യത്തെ GDPയിൽ 9ാം സ്ഥാനത്ത് മാത്രമായിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് തമിഴ്നാടിനെ മറികടന്ന് മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഴിമതിരഹിതമായ നിതാന്ത പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ്.
നാളെ ലോകം തന്നെ ഒഴുകിയെത്താൻ പോകുന്ന രാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ജനങ്ങൾക്ക് വന്നുപോകാൻ അയോധ്യ എയർപോർട്ട്, അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്നിവ അതേ സാംസ്കാരിക തനിമയോടെ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തു യോഗി ആദിത്യനാഥ്. 2024 ജനുവരിയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന് മുന്നോടിയായി 2023 ഡിസംബർ 30 അയോധ്യ എയർപോർട്ട്, അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്നിവ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ്.